അടിത്തട്ടിൽ നിന്നും പടിപടിയായി ഉയർന്നുവന്ന ടി.എൻ. പ്രതാപൻ എന്നും ജനകീയനായ പൊതുപ്രവർത്തകനാണെന്നും മണലൂർ മികച്ച വിജയം അദ്ദേഹത്തിന് നൽകുമെന്നും മുൻ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ പറഞ്ഞു. വെങ്കിടങ്ങിൽ മണലൂർ നിയോജകമണ്ഡലം യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പൊതുപ്രവർത്തകനാണ് ടി.എൻ. പ്രതാപനെന്ന് മണലൂരിലെ ജനങ്ങൾക്കറിയാം. സ്നേഹം കൊണ്ട് പാലം പണിയുന്ന അദ്ദേഹത്തെ ചേർത്തുപിടിക്കാൻ സമൂഹം ഒന്നായി കൂടെ നിൽക്കും. നിരവധി ജീവൽ പ്രശ്നങ്ങൾ നേരിടുന്ന ജനതയാണ് മണലൂരിലേത്. കർഷകരുടെ മണ്ണാണിത്. വികസന മുരടിപ്പിന്റെ കഥകൾ മാത്രം കേട്ട മണലൂർ മാറ്റം കൊതിക്കുകയാണെന്നും കേരളമാകെ മാറാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാഫിയ ക്രിമിനൽ കൂട്ടുകെട്ടിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ കേരളം കാത്തിരിക്കുകയാണെന്നും 10 വർഷം കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലയെ തകർത്തതിന്റെ നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ പ്രസിഡന്റും കോൺഗ്രസ് നേതാവും AICC നിരീക്ഷകനുമായ അശോക് ദർവാൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിൽ നിരീക്ഷകനായി വന്നിറങ്ങിയത് മുതൽ ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഈ ദുർഭരണത്തെക്കുറിച്ചാണെന്നും ഓരോ സാധാരണക്കാരനും അത്രമാത്രം ഈ ദുർഭരണത്തെ വെറുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ASM അസ്ഗർ അലി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ടി.എൻ. പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, CC ശ്രീകുമാർ, KK ബാബു, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, ഹാറൂൺ റഷീദ്, CI സെബാസ്റ്റ്യൻ, സുബൈദ മുഹമ്മദ്, KS ബിനോയ് എന്നിവർ സംസാരിച്ചു.